ഇപ്പോൾ നമ്മൾ ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് സിമ്പിൾ പ്രോബബിലിറ്റിയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലേക്കാണ് കിടക്കുന്നത്. അതായത് n കൂടുതലാവുമ്പോൾ എങ്ങനെയാണ് n കൂടുതലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതുവരെയൊക്കെ 1 കോയിൻ 2 കോയിൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും കൂടുതലാവുമ്പോൾ, അതേപോലെ 2 ഡൈ ത്രോ ചെയ്യുമ്പോൾ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും കൂടുതൽ എണ്ണം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻസ് ഉപയോഗിക്കണം. അപ്പോൾ അതിൽ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷനാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സിൽ 3 തരത്തിലുള്ള സീരീസ് ആണ് ഉള്ളത്. ഒന്ന് ഇൻഡിവിജ്വൽ സീരീസ്, ഒന്ന് ഡിസ്ക്രീറ്റ് സീരീസ്, ഒന്ന് കണ്ടിന്യൂസ് സീരീസ്. അപ്പോൾ ഇതിൽ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുമ്പോൾ സാമ്പിൾ വളരെ കുറവാകുമ്പോൾ 10ൽ താഴെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് ആണ് ഉപയോഗിക്കുക. അതിൽ ജസ്റ്റ് നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുമ്പോൾ ഒരു മോഡറേറ്റ് നമ്പർ, അതിലാവുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂസും ഉണ്ടാവും, കൂടാതെ ഫ്രീക്വൻസി ഉണ്ടാവും. കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവെല്ലിൽ വെച്ചിട്ടാണ് വരുന്നത്. ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുമ്പോൾ 20 to 30, 30 to 40 അങ്ങനെയുള്ള ഒരു രീതിയിൽ വരുമ്പോഴാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസ് ഉപയോഗിക്കുക. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ സാധാരണ ഉപയോഗിക്കുന്നത് ഇൻഡിവിജ്വൽ സീരീസ്, അതായത് ചെറിയ സംഖ്യകളാവും, എണ്ണം വളരെ ചെറുതാവുമ്പോഴാണ് നമ്മൾ സാധാരണയായിട്ട് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുക. അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ 2 കാര്യങ്ങളെ കുറിച്ചിട്ട് വളരെ ക്ലിയർ ആയിട്ട് അറിയണം. എന്താണ് റാൻഡം വേരിയബിൾ, അതുപോലെ എന്താണ് റാൻഡം എക്സ്പെരിമെന്റ് എന്നുള്ളത് അറിയണം. റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പെരിമെന്റിൽ ഉണ്ടാകുന്ന ഔട്ട്കം. ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്നത് ഒരു എക്സ്പെരിമെന്റ് ആണ്. ആ എക്സ്പെരിമെന്റിൽ ഉണ്ടാകുന്ന ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ, ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ ഹെഡിനെയും ടെയിലിനെയും പറയുന്നത് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ 3 കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാലും എന്തെന്നെ സംഭവിക്കുക, ഹെഡോ ടെയിലോ അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. ഇനി റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ്, അതായത് ടോസിംഗ് എന്നുള്ള പ്രോസസ്സിന്റെ എണ്ണം കൂട്ടുക. അതായത് 1 കോയിൻ ടോസ് ചെയ്യുന്നതിന് പകരം 2 കോയിൻ ടോസ് ചെയ്യുക, 3 കോയിൻ ടോസ് ചെയ്യുക. അപ്പോൾ അത് റാൻഡം എക്സ്പെരിമെന്റ് ആണ്. റാൻഡം എക്സ്പെരിമെന്റിലും 1 റാൻഡം എക്സ്പെരിമെന്റിലും 2 റാൻഡം എക്സ്പെരിമെന്റിലും ഒക്കെ ഔട്ട്കംസ് സെയിം തന്നെയാണ്, ഹെഡോ ടെയിലോ അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് റാൻഡം എക്സ്പെരിമെന്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെരിമെന്റിന്റെ എണ്ണം റാൻഡം എക്സ്പെരിമെന്റ്. ഔട്ട്കംസ്, ആ എക്സ്പെരിമെന്റിൽ ഉണ്ടാകുന്ന ഔട്ട്കംസിനെ റാൻഡം വേരിയബിൾ എന്ന് പറയും. ഹെഡ് ഓർ ടെയിൽ വന്നു കഴിഞ്ഞാൽ അത് റാൻഡം വേരിയബിൾ. മറ്റത് 1 കോയിൻ ടോസ് ചെയ്യുക, 2 കോയിൻ ടോസ് ചെയ്യുക, 3 കോയിൻ ടോസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അർത്ഥം 3 എക്സ്പെരിമെന്റ് നടത്തിയെന്നർത്ഥം, 3 റാൻഡം എക്സ്പെരിമെന്റ് നടത്തിയെന്നർത്ഥം. ഓക്കെ, ഇത് 2 മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകുക എന്നുള്ളത് മനസ്സിലാവും. ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ആ മീനിങ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ ഇപ്പോൾ അതിലെ എക്സാമ്പിൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. എന്താ, പേര് വന്നു കഴിഞ്ഞാൽ ഹെഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. പിന്നെ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ മെയിൻ ആയിട്ട് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് വെച്ചാൽ 2 പ്രോപ്പർട്ടീസ് ആണ് എപ്പോഴും ഉണ്ടാവുന്നത്. അത് ഇതാണ്. The probability distribution has the following properties. 1. Probability of x is greater than or equal to 0. അതേപോലെ തന്നെ 2. Sigma p of x, അതായത് പ്രോബബിലിറ്റിയുടെ സമ്മ് എപ്പോഴും 1 ആവും. ഈ 2 കാര്യങ്ങളാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണോ അല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത്. അതായത് ഒന്നും കൂടി ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആവണമെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് അതിൽ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതായത് ഇതാണ് പറയുന്നത്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഹാസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. 1. പ്രോബബിലിറ്റി ഓഫ് എക്സ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്രോബബിലിറ്റി 0നേക്കാളും വലുതാവും. 0നേക്കാളും വലുതാവും, ഒരിക്കലും നെഗറ്റീവ് ആവില്ല എന്നർത്ഥം. അത് അപ് ടു 1 വരെ വരും. അതേപോലെ തന്നെ സം ഓഫ് പി ഓഫ് എക്സ്, അതായത് സിഗ്മ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും 1 ആവും. അതായത് നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് കിട്ടാനുള്ള ചാൻസ് 1/2 ആണ്, ടെയിൽ കിട്ടാനുള്ള ചാൻസ് 1/2 ആണ്. അത് 2 നെഗറ്റീവ് അല്ല. അപ്പോൾ 1/2 പ്ലസ് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. ഓക്കെ, അപ്പോൾ എപ്പോഴും പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സമ്മ്, പ്രോബബിലിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷന്റെ സമ്മ് എപ്പോഴും 1 ആവും. ഇനി അതിൽ നമ്മൾ ഒന്നും കൂടി ഇതായിട്ട് പറയാം. ഒരു ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ ഒന്നിൽ കൂടുതൽ എക്സ്പെരിമെന്റ് ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിൻ മാത്രം ടോസ് ചെയ്താൽ പറ്റില്ല എന്നപ്പോൾ
എക്സ്പെരിമെന്റും കൂടി വരണം ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ. അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുക, 2 കോയിൻ ടോസ് ചെയ്യുക, 3 കോയിൻ ടോസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കോയിൻ ടോസ് ചെയ്യുക, 3 കോയിൻ ടോസ് ചെയ്യാന്ന് വിചാരിച്ചോളൂ. 3 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഹെഡ് എന്നുള്ള വേരിയബിളിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണെന്നുണ്ടെങ്കിൽ എത്ര ഹെഡുകൾ വരെ ആവാം എന്ന് നമുക്ക് പറയാൻ വെച്ചാൽ, ഡിസ്ട്രിബ്യൂഷൻ വെച്ച് പറയാന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ 0 ഹെഡ് ആവാം, അല്ലെങ്കിൽ 1 ഹെഡ് ആവാം, അല്ലെങ്കിൽ 2 ഹെഡ് ആവാം, അല്ലെങ്കിൽ 3 ഹെഡ് ആവാം. 3 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് എക്സ് എന്ന് പറയുന്ന, അതായത് ഒരു വേരിയബിൾ, ഒരു റാൻഡം വേരിയബിൾ ഹെഡാണ്. ആ റാൻഡം വേരിയബിളിന്റെ വാല്യൂസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0, 1, 2, 3. അപ്പോൾ 0 ഹെഡ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയെന്നുള്ളത് കാണാം, 1 ഹെഡ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയെന്നുള്ളത് കാണാം, 2 ഹെഡ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയെന്നുള്ളത് കാണാം, 3 ഹെഡ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയെന്നുള്ളത് കാണാം. ഈ പ്രോബബിലിറ്റീസ് എല്ലാം കണ്ടതിന് ശേഷം സം ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും 1 ആയിരിക്കും അതിന്റെ ആൻസർ ഉണ്ടാവുക. അതേപോലെ തന്നെ ഇതിൽ ഒന്നും നെഗറ്റീവ് ഉണ്ടാവില്ല, എല്ലാം 0-നേക്കാളും വലുതാവും, 1-ൽ താഴെയാവും. അപ്പോൾ അതാണ് പ്രോബബിലിറ്റി ഓഫ് x is greater than or equal to 0 എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റൈൽ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ 3 കോയിൻ ടോസ് ചെയ്യാണ്, ഹെഡ് കിട്ടാൻ എത്ര ചാൻസ് എന്ന് വെച്ചാൽ എക്സിന്റെ വാല്യൂസ് 0, 1, 2, 3 എന്നാണ്. ഇനി അതിൽ പ്രോബബിലിറ്റി, ഓരോ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ആണ്. ആ പ്രോബബിലിറ്റി 0 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് വെച്ചാൽ അതുകൊണ്ട് എഴുതുക, 1 ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്ര വെച്ചാൽ അത് എഴുതുക, 2 ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്ര വെച്ചാൽ അത് എഴുതുക, 3 ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്ര വെച്ചാൽ എഴുതുക. ഇങ്ങനെയാണ് അതിന്റെ സ്റ്റൈൽ ഉണ്ടാവുക എന്നാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലേക്ക് കിടക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, for example let x stand for number of heads obtained when 3 coins are tossed, then x takes values 0, 1, 2, 3 with the corresponding probabilities 1/8, 3/8, 3/8, 1/8. So the probability distribution of x എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഒരു 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ക്ലാസിക്കൽ പ്രോബബിലിറ്റി പ്രകാരം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് പ്രോബബിലിറ്റി കാണുക എന്നുള്ളത്. 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ 8 ഔട്ട്കം അല്ലേ വരിക. ആ 8 ഔട്ട്കം നമ്മൾ ഓരോ ഇതായിട്ട് വരും, പേരല്ല 3 എച്ച് 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 ടി എച്ച് ടി എച്ച് ടി അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ 8 ഔട്ട്കം വരും. ആ 8 ഔട്ട്കമ്മിൽ 0 ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്ര എന്നുള്ളത് നോക്കുമ്പോൾ എല്ലാം ടി ടി ആവും. 3ഉം ടി ടി ആവാനുള്ള ചാൻസ് 1/8 ആണ് അല്ലെ. 3ഉം എല്ലാത്തിനും ഹെഡ് വരാനുള്ള ചാൻസ് 1 ആണ്, ഫേവറബിൾ ചാൻസ് 1 ആണ്, ടോട്ടൽ നമ്പർ ഓഫ് ചാൻസ് 8 ആണ്. അത് നിങ്ങളൊക്കെ ബേസിക്കലി പഠിച്ചാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത് 1/8. അതേപോലെ തന്നെ ഒരു ഹെഡ് കിട്ടാനുള്ള ചാൻസ് നിങ്ങൾ ആ ഔട്ട്കംസ് എഴുതി നോക്കി കഴിഞ്ഞാൽ കിട്ടും. എച്ച് ടി ടി, ടി എച്ച് ടി, എച്ച് എച്ച് ടി, അങ്ങനെ 3 എണ്ണമാണ് ഉണ്ടാവുക. ആ 3 എണ്ണം ഫേവർ 3/8 ആണ് വരിക. പിന്നെ അടുത്തത് 2 ഹെഡ് കിട്ടാനുള്ള ചാൻസ്, എക്സാമ്പിൾ പറയുമ്പോൾ എച്ച് എച്ച് ടി, എച്ച് ടി എച്ച് അങ്ങനെയുള്ള സാധനം, അത് 3 ആണ് വരുന്നത്, അത് 3/8 ആണ് വരിക. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അത് നോക്കിക്കഴിഞ്ഞാൽ 3/8 ആണ് വരിക. അതേപോലെ തന്നെ 3 ഹെഡ് കിട്ടാനുള്ള ചാൻസ് എല്ലാ ഹെഡാണ്. എല്ലാ ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? എച്ച് 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 എന്നുള്ളത് 1 ഉള്ളൂ, 1/8. 0 ഹെഡ് കിട്ടാനുള്ള അതേപോലെ തന്നെ എല്ലാം ടെയിൽ ആവാനുള്ള ചാൻസ് 1/8 അല്ല, അതേപോലെ തന്നെ എല്ലാ ഹെഡ് ആവാനുള്ള ചാൻസ് 1/8 ആണ്. അപ്പോൾ അതും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ 2 പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളത് നോക്കുക. ഹിയർ എവറി വാല്യൂ ഓഫ് പി ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് എല്ലാം ഒന്നിന് 0 അല്ലെങ്കിൽ 0-നേക്കാളും വലുത്. 4 എന്ന് പറയുമ്പോൾ വലിയ വരെ, അതുകൊണ്ട് വെറുതെ ഒരു ഇത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒന്നും നെഗറ്റീവ് ഇല്ലല്ലോ, എല്ലാം 0-നേക്കാളും വലുതാണ്, പക്ഷെ 1-നേക്കാളും താഴെയാണ്. ഓക്കെ, ഇനി ഇതിന്റെ സമ്മം നോക്കി നോക്കും. 1 + 3 4, 4 + 3 7, 7 + 1 8. 8 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരിക? 1. 8/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ല ആൻസർ. അപ്പോൾ സിഗ്മ എക്സ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ് വരിക. അപ്പോൾ ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണോ അല്ലേ എന്നുള്ളത് അറിയാനുള്ളത് ഉള്ള കാര്യം. അപ്പോൾ ഇതിൽ എക്സാമിൻ വെദർ ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. എക്സാമിൻ വെദർ ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. എക്സിന്റെ വാല്യൂസ് അവർ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഇതിൽ എക്സിന്റെ വാല്യൂസിൽ നെഗറ്റീവ് ആവാം, അതിന് യാതൊരു തടസ്സങ്ങളുമില്ല. പി ഓഫ് എക്സ് നെഗറ്റീവ് ആവാൻ പാടില്ല എന്നുള്ളത്. പി ഓഫ് എക്സ് നെഗറ്റീവ് ആവാൻ പാടില്ല. എക്സിന്റെ വാല്യൂസ് -1, 0, 1, 2, 3. പിന്നെ അതേപോലെ തന്നെ പി ഓഫ് എക്സിന്റെ
പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.01, 0.10, 0.50, 0.30, 0.09 ഇങ്ങനെ 4 പ്രോബബിലിറ്റീസ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 4 ഇത് എല്ലാം വെച്ചിട്ട് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് അറിയാൻ ആ 2 പ്രോപ്പർട്ടിയാണ്. ആദ്യം എന്ത് നോക്കുക, ഇതെല്ലാം ആഡ് ചെയ്ത് നോക്കുക. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വരുന്നത്? 0.09 പ്ലസ് 0.3 പ്ലസ് 0.5 പ്ലസ് 0.1 പ്ലസ് 0.01. ഇത് ഈ 4 കൂടി ആഡ് ചെയ്യുമ്പോൾ സമ്മ് 1 ആണോ വരുന്നതെന്നാണ് ഫസ്റ്റ് നോക്കുന്നത്. സമ്മ് 1 ആണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മ് 1 ആണ്. അതേപോലെ തന്നെ ഇതിൽ പി ഓഫ് എക്സിൽ ഒരു നെഗറ്റീവും ഇല്ല, ഒരു സംഖ്യകളും നെഗറ്റീവ് ഇല്ല. അപ്പോൾ അത് 0-നേക്കാട്ടിലും വലുത്, 0-0-നേക്കാട്ടിലും വലുതുമാണ്. അപ്പൊ 2 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇത്രയും എഴുതേണ്ട ആവശ്യമുള്ളൂ. The 2 conditions, namely p of x is equal to greater than 0, greater than or equal to 0, and sigma p of x equal to 1 are satisfied, and the given distribution is a probability distribution. So, ഇനി അതേപോലെ തന്നെ അപ്പോൾ ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇനി അടുത്തതിൽ വരുന്ന 2 കാര്യങ്ങളാണ് എക്സ്പെക്ടേഷനും വേരിയൻസസും. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനാണ്. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനാണ്. അതായത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ മീനിനെയാണ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നത് ഇ ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. ഇ ഓഫ് എക്സ് ഇതാണ് ഇ ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. ഇ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ എക്സ് പി ഓഫ് എക്സ്. ഇതാണ് ഈ സാധനം, സിഗ്മ എക്സ് പി ഓഫ് എക്സ്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട, ഇത്രയും കാര്യം മാത്രം നോക്കിയാൽ മതി. എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ മീൻ കാണാൻ പറഞ്ഞാൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ എക്സ്പെക്ടേഷനോ മീനോ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ ഇതാണ്, സിഗ്മ എക്സ് പി ഓഫ് എക്സ്. സിഗ്മ എക്സ് പി ഓഫ് എക്സ് കാണാൻ വെച്ചാൽ ഒരു പ്രയാസമില്ല. നേരത്തെ നമ്മൾ ചെയ്തേ കൂടെ ഒരു കോളം കൂടി അഡീഷണൽ ആയിട്ട് എഴുതുക, എക്സ് ഇൻറ്റു പി ഓഫ് എക്സും കൂടി കാണാം. അത് മൾട്ടിപ്ലൈ ചെയ്ത് സമ്മ് കാണാൻ വേണ്ടത്. അതേപോലെ തന്നെ വേരിയൻസ് ഉണ്ട്. വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചേഞ്ചസിനുള്ള ആ കാര്യം അത് നമ്മൾ പറയില്ലേ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയൻസിന്റെ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി. അപ്പോൾ ആ ഒരു കാര്യം വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്പെർഷൻ. അപ്പോൾ അതിലെന്താ വരുന്നത്? ഒരു എക്സാമ്പിൾ വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് മൈനസ് സിഗ്മ സിഗ്മ ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ, അത്രേ ഉള്ളൂ. സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇ ഓഫ് എക്സ് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞത് തന്നെ, മീൻ. അതിന് സ്ക്വയർ ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലിയർ ആവും. Find the mean and variance of x. Find the mean and variance of x from the following probability distribution. P of x ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. P of x എത്രയൊക്കെ തന്നിട്ടുണ്ട്? F0 ആവുമ്പോൾ P0 ആവുമ്പോൾ 1/8 ആണ്, P1 ആവുമ്പോൾ 3/8 ആണ്, P2 ആവുമ്പോൾ 3/8 ആണ്, P3 ആവുമ്പോൾ 1/8 ആണ്. നേരത്തെ എക്സാമ്പിൾ തന്നെ എടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലെ എക്സിന്റെ വാല്യൂസ് താഴെടുത്ത് എഴുതി 0, 1, 2, 3. 0, 1, 2, 3. ഇനി അതിന്റെ പ്രോബബിലിറ്റീസ് എഴുതി. ഇനി ഈ മീൻ കാണാച്ചാൽ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. എക്സും പി ഓഫ് എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ് പി ഓഫ് എക്സ് ആയി. എന്നിട്ട് അതിന്റെ സമ്മ് കണ്ടു കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആയി. ഇത്രേ ഉള്ളൂ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മീൻ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെ നമ്മളൊരു ടേബിൾ പോലെ എഴുതുക. എക്സിന്റെ വാല്യൂസ് ഇവിടെ എഴുതുക, എന്നിട്ട് അതിന്റെ പി ഓഫ് എക്സ് ഇവിടെ എഴുതുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ് പി ഓഫ് എക്സ് ചെയ്യുക. ഈ എക്സും പി ഓഫ് എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ സമ്മ് കാണാം. അപ്പോൾ എക്സ്പെക്ടേഷൻ 200, അതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 + 6 + 3 പറഞ്ഞാൽ 12/8. അതാണ് എക്സ്പെക്ടേഷൻ. ഇനി അതേപോലെ തന്നെ ഇതിന്റെ വേരിയൻസ് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോളം കൂടി വരല്ല, 2 കോളം കൂടി വരക്കേണ്ടി വരും. ഒരു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു കോളം വരയ്ക്കണം, പിന്നെ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു കോളം കൂടി വരയ്ക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ഇതിന്റെ സ്ക്വയർ അത് ഈ കോളത്തിൽ എക്സ് സ്ക്വയർ എഴുതും. പിന്നെ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് പറഞ്ഞാൽ ഈ എക്സ് സ്ക്വയർ കണ്ടത് അതേപോലെ തന്നെ ഈ പി ഓഫ് എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എന്നിട്ട് അതിന്റെ ഈ സമ്മ് കാണാം. എന്നിട്ട് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടുള്ളൂ. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ലെറ്റ്
let f of x equal to 0.2 when x equal to 1, f of x equal to 0.3 when x equal to 2, f of x equal to 0.5 when x equal to 3. Find expectation and variance of x. അപ്പോൾ ഈ എഫ് എന്ന് പറഞ്ഞാലും പി എന്ന് പറഞ്ഞാലും പ്രോബബിലിറ്റിയാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും പ്രോബബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ വാല്യൂസ് ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ let f of x equal to 0.2 when x equal to 1, അപ്പോൾ x equal to 1. അതേപോലെ തന്നെ f of x equal to 0.3 when x equal to 2, അപ്പോൾ 2. അതേപോലെ 3. അത് x കോളത്തിൽ എഴുതി. p of x കോളത്തിൽ തന്നിരിക്കുന്ന പ്രോബബിലിറ്റീസ് 0.2, 0.3, അതേപോലെ തന്നെ 0.5 എഴുതി. ഇത് നോക്കിയ പോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ ഒന്നാണ് വരുന്നത്, ഒന്നും നെഗറ്റീവ് അല്ല അല്ലേ. 0.2, 0.3 കൂടി കഴിഞ്ഞാൽ 0.5 പ്ലസ് 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ വരുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ എക്സ്പെക്ടേഷൻ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പി ഓഫ് എക്സ് മൾട്ടിപ്ലൈ ചെയ്തു. എക്സും പി ഓഫ് എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ സം കിട്ടി. എക്സും പി ഓഫ് എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇത് കിട്ടി. അപ്പോൾ ഈ സമ്മിനെയാണ് എന്ത് പറയുന്നത്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരു കോളം കൂടി നിങ്ങൾ ഇതിലൊരു കോളം വിട്ടുപോയിട്ടുണ്ട്, ഒരു കോളം കൂടി വരയ്ക്കാം. എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു കോളം കൂടി വരച്ചു കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. ഇതിന്റെ സ്ക്വയർ കാണാൻ ഈ കോളത്തിൽ എഴുതാം. എന്നിട്ട് പി ഓഫ് എക്സും എക്സ് സ്ക്വയറും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. ഈ കോളത്തിന്റെ സ്ക്വയറും ഈ കോളം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. അപ്പോൾ ഒരു കോളം കൂടിയാണ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു കോളം കൂടി കിട്ടും. ആ എക്സ് സ്ക്വയറും പി ഓഫ് എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. അപ്പോൾ 5.9 ആയി. അപ്പോൾ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് ആയി. ഇനി നമുക്കതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് പി ഓഫ് എക്സ്, ഇതിന്റെ സം 2.3. അതേപോലെ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നു. അതിന്റെ ഇക്വേഷൻ ഓൾറെഡി ഞാൻ അവിടെ പറഞ്ഞു. ഇതാണ് ഇക്വേഷൻ. സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് മൈനസ് സിഗ്മ ഇല്ല ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ, ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, 5.9 ആണ്. ഇ ഓഫ് എക്സ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു 2.3. എക്സ്പെക്ടേഷൻ ആണ്, അതിന്റെ സ്ക്വയർ 5.9 മൈനസ് 2.3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0.61. ഇതാണ് എക്സ്പെക്ടേഷനും വേരിയൻസും ഒക്കെ. ഇനി ഇതിന്റെ റൂട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമായി. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിക്കുകയാണെങ്കിൽ അപ്പൊ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടൊരു ചാപ്റ്റർ ആണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് പഠിക്കുക. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ റാൻഡം വേരിയബിൾ എന്താ, റാൻഡം എക്സ്പെരിമെന്റ് എന്താണെന്നുള്ളത് പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ സമ്മ് 1 ആവുന്ന നെഗറ്റീവ് ആവില്ല എന്നുള്ളതും പഠിക്കുക. പിന്നെ എക്സ്പെക്ടേഷൻ കാണാൻ പഠിക്കുക. എക്സ്പെക്ടേഷൻ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ എക്സ് പി ഓഫ് എക്സ്. അതേപോലെ തന്നെ വേരിയൻസ് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് മൈനസ് സിഗ്മ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇ ഓഫ് എക്സ് ഓൾറെഡി കണ്ടിട്ടുണ്ടോ, അതിന്റെ സ്ക്വയർ കണ്ടിട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആയി. പിന്നെ അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്ന വെച്ചാൽ റൂട്ട് വേരിയൻസ് കണ്ടാൽ മതി. വേരിയൻസ് കണ്ടിട്ട് അതിന്റെ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ ആയി. ഇനി നിങ്ങൾ കുറച്ച് ഞാൻ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഇട്ടിട്ടുണ്ട്. ഈ എക്സാമ്പിൾസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ചാപ്റ്റർ ഒരു പ്രശ്നം ഇല്ലാതെ വരും. ഇത് ക്ലിയർ അല്ലേ? ഇത് ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. എന്തെങ്കിലും ഡൗട്ടോ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടെന്ന് വെച്ചാൽ ചോദിച്ചോളൂ, നമുക്ക് അത് ക്ലിയർ ആക്കാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, താങ്ക് യു.